ഈ ക്ഷയിച്ചു കിടന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുണ്യപുരാതനമായ ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തിയത്. നമുക്കാർക്കും നിഷേധിക്കുവാൻ കഴിയില്ല, നമ്മുടെ എല്ലാം മുന്നിൽ കാണുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ സ്വർണ്ണ കൊടിമരം, ഇവിടെ ഒരു പ്രഭാഷകൻ, ഒരു സ്വാമി പ്രഭാഷണം നടത്തുകയുണ്ടായി. മുൻ ജന്മത്ത് രാജാവായി ജനിച്ചവർക്ക് മാത്രമേ ഒരു സ്വർണ്ണ കൊടിമരം ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അലക്സാണ്ടർ പറഞ്ഞു ശേഷം ഇതിൽ കൊടിമരം വരുന്നത് പരിപൂർണതയിൽ എത്തുന്നതാണ് സ്വർണ്ണ കൊടിമരം. തീർച്ചയായും ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് അഭിമാനമുണ്ട്. ഞാൻ കൂടുതലായിട്ടും വിനായക അജിത് കുമാറിനെ പറ്റി പറയുന്നില്ല, എല്ലാവർക്കും ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന കാര്യമാണ്.
കുഞ്ഞുകുട്ടിയാവാതെ വൃദ്ധജനങ്ങൾക്ക്. അതുപോലെ ഈ ക്ഷേത്രത്തിലെ മാറ്റങ്ങൾ കുറേ വർഷം പ്രസിഡന്റ് സെക്രട്ടറിയുമായിരുന്നു. 19 കൂടുതൽ ആളുകൾ ഇവിടെ വിളക്കെടുക്കാൻ വന്നിട്ടില്ല. പക്ഷേ ഇന്നിവിടെ സംഭവിച്ചത് കഴിഞ്ഞ 11 ദിവസമായി 60-ൽ പരം കുട്ടികളാണ് ഇവിടെ വിളക്കെടുക്കാൻ എല്ലാ ദിവസവും വിളക്കെടുക്കാൻ ഉണ്ടായിരുന്നത്. അത് തന്നെ ഈ ക്ഷേത്രത്തിലെ ഒരു മാറ്റമാണ്. ആ കുട്ടികൾക്കെല്ലാം ഇന്ന് വളരെ സന്തോഷമായാണ് കുട്ടികൾ മടങ്ങിപ്പോയത്. അവർക്കെല്ലാം ഒരു സ്വർണ്ണ കോയിനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്നിവിടെ അദ്ദേഹത്തിന്റെ വഴിപാടായി നൽകി. അതൊന്നും നമുക്ക് മറക്കുവാൻ കഴിയില്ല. അദ്ദേഹത്തെ ഈ പടിഞ്ഞാറ്റിൻകര നിവാസികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആദരിക്കണമെന്ന് നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നതാണ്. തീർച്ചയായും അദ്ദേഹത്തെ ആദരിക്കുന്നു. ആദരിക്കുക പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ചില തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാം. ഇതെല്ലാം സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ്. ആരെന്ത് ചെയ്താലും ഇപ്പൊ തന്ത്രി ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ചെയ്താലും ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അതിനെല്ലാം ഒരു പ്രായച്ചിത്തം ഉണ്ട്. അവസാനം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് തന്ത്രിയുടെ ഒരു പൂജയുണ്ട്. അതിലെല്ലാം തീരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തെല്ലാം ആശയങ്ങളാണ് പുള്ളിയെ പറ്റി പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഫേസ്ബുക്കിലായാലും മറ്റേതായാലും. പക്ഷേ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായ നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെയാണ് വളർന്നു വന്നത്. അതിന്റെ എനിക്ക് തോന്നുന്നു 100-ൽ 99% ഈ ക്ഷേത്രത്തിലും മറ്റു ക്ഷേത്രത്തിലും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയൊരു തികഞ്ഞ ഈശ്വരവിശ്വാസി തന്നെയാണ് ശ്രീ വിനായക അജിത് കുമാർ. അപ്പൊ അദ്ദേഹത്തിന് ഒരു സമൂഹത്തിനൊരു നേർവഴി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ദൈവത്തെ ഓർത്ത് ഇകഴ്ത്തരുത്. പുകഴ്ത്തിയില്ലെങ്കിൽ പോലും നമ്മൾ ഇകഴ്ത്തുന്ന സ്വഭാവം, കേസ് കൊടുക്കുക, സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് പടിഞ്ഞാറ്റിൻകരയിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഇന്ന് രാവിലെയാണ് ഞങ്ങൾ തത്വത്തിൽ അതിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുവാൻ അവിടുന്ന് വന്ന ഞങ്ങളുടെ ചേച്ചിമാരും സഹോദരന്മാരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഷാളണിയിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് വാങ്ങിയ ഒരു നിലവിളക്ക് അതാണ് ഇവിടെ ഇരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇവിടെ ഞങ്ങളെ എല്ലാവരുടെയും കൂട്ടായ ഒരു സമർപ്പണം. അദ്ദേഹത്തിന് ഒരു സമൂഹത്തിന് ഒരു സന്ദേശമാണ്. പടിഞ്ഞാറ്റിൻകര പ്രദേശത്ത് 2 കൊടിമരമാണ്. പടിഞ്ഞാറ്റിൻകരയിൽ 2 ക്ഷേത്രങ്ങളാണ്. ഒന്ന് കിഴക്കേക്കര മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് കുളത്തിന്റെ അപ്പുറത്തോടാണ് കിഴക്കേക്കര. അതിനപ്പുറത്തോടെല്ലാം പടിഞ്ഞാറ്റിൻകരയാണ്. അപ്പൊ പടിഞ്ഞാറ്റിൻകര നിവാസികൾക്കെല്ലാം ഏറ്റവും സന്തോഷമുള്ള സുദിനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2 പടിഞ്ഞാറ്റിൻകരയാണ്. ഗണപതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീ മഹാദേവ ക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവ ക്ഷേത്രവും പടിഞ്ഞാറ്റിൻകരയിൽ തന്നെയാണ്. കിഴക്കും പടിഞ്ഞാറുമായി തങ്കത്തിൽ തീർന്ന 2 സ്വർണ്ണക്കൊടിമരങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ് നാം ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നത്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരെയും പേര് ഞാൻ വിളിക്കും. അവരെല്ലാം ഇങ്ങോട്ട് കടന്നു വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി അടുത്തതായി ക്ഷേത്ര ഉപദേശ സമിതി ഏർപ്പാടാണ്. അടുത്തതായി ക്ഷേത്ര ഉപദേശ സമിതി വിനായക അജിത് കുമാറിനെ ആദരിക്കുന്നു.